BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം തന്നെ പുതിയ KPCC അധ്യക്ഷനെയും പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം. പുതിയ KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുകയാണ് പാർട്ടിയെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചത്. പിന്നാലെയാണ് ചില പേരുകൾ ഉയർന്നു വന്നത്. പുതിയ KPCC അധ്യക്ഷനായി ബെന്നി ബെഹനാനെ നിയോഗിക്കാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ പാർട്ടിയിലെ ഭൂരിപക്ഷ പിന്തുണയും ബെന്നി ബെഹനാന് അനുകൂലമാണ്. അതിനാൽ തന്നെ പ്രഥമ പരിഗണനയും ബെന്നി ബെഹനാനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തുറന്നു വ്യക്തമാക്കിയ ആളാണ് ബെന്നി ബെഹനാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാലാണ് സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ആന്റോ ആന്റണിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദം വന്നതോടെ ആന്റോയെ വെട്ടിയെന്നതാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് ബെന്നി ബെഹനാൻ അധ്യക്ഷനാകാൻ സാധ്യതയേറുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ മത്സരിക്കുമോ അതോ പകരം പുതിയ അധ്യക്ഷൻ വരുമോ എന്നതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നും KPCC പ്രസിഡന്റ് നടത്തുന്നത് മികച്ച പ്രകടനമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതുപോലെ VD സതീശന്റെ യാത്ര വമ്പിച്ച വിജയമായിരുന്നുവെന്നും കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ ആക്കിയതിന് ഹൈക്കമാൻഡിനോട് നന്ദിയുണ്ടെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പ്രതികരിച്ചു. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് ആന്റോ ആന്റണി MP-യുടേതായിരുന്നു. ഒരു ഘട്ടത്തിൽ ആന്റോ തന്നെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും അതിനോടൊപ്പം തന്നെ 2 കോടി രൂപയുമായി ബന്ധപ്പെട്ട വിവാദവും ഒക്കെ തലപൊക്കിയത്. ഇതോടെ ആന്റോ ആന്റണിയുടെ സാധ്യതകൾ അടയുകയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൽ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ കൂടിയിരുന്നു. അതോടെയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ബെന്നി ബെഹനാന്റെ പേര് തൽസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി നിർബന്ധിതരായത്. ന്യൂനപക്ഷ വോട്ട് പിന്തുണ ഉറപ്പിക്കാനും ക്രിസ്ത്യൻ വിഭാഗത്തിലെ വോട്ടുകൾ വിഭജിച്ചു പോകാതെയിരിക്കാനും മധ്യ കേരളത്തിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നത്. സാമുദായിക സമവാക്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാകും ഈ നിയമനമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അധികം വൈകാതെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.